ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ വായും പറിച്ചു. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് അജയ് ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് സിനിമയാണ്. സിനിമ സഞ്ചരിച്ച ഒരു കാലഘട്ടവും സിനിമയ്ക്കുണ്ടായിരിക്കുന്ന മാറ്റങ്ങളും ആ ഒരു രീതിയിലേക്ക് ഒന്ന് സംസാരിച്ച് നോക്കാമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പം ഞാൻ അജയ് കൂടുതൽ പരിചയപ്പെടുത്തണ്ട. ഈ സിനിമകളുമായിട്ട് ബന്ധപ്പെട്ട് സിനിമകളെ ഏറെ സ്നേഹിക്കുകയും വേറിട്ട സിനിമകൾ അതിനെ വേറൊരു കാഴ്ചപ്പാടിൽ കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നുന്നത് എന്നെക്കാട്ടും കൂടുതൽ എനിക്ക് തോന്നുന്നു അജയ്ക്കായിരിക്കും സംസാരിക്കാനുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. അജയ്, ഞാൻ എൻ്റെ ഒരു വ്യൂ പോയിന്റ് ഞാൻ അതിൽ ആദ്യം ഒന്ന് പറഞ്ഞു വെക്കാം. ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് മലയാള സിനിമയാണ്. മലയാള സിനിമ ഇപ്പൊ ഭയങ്കരമായി പ്രാധാന്യം വന്നിട്ടുണ്ട്. കാരണം പല വേദികളിലും പല ഇന്റർനാഷണൽ വേദികളിലും അതിനെ ഭയങ്കരമായി ആഘോഷിക്കുന്നുണ്ട് മലയാള സിനിമകളെ. അതെനിക്ക് കാലഘട്ടം പോയതിൻ്റെ ഒരു മുന്നോട്ട് പോയതിൻ്റെ ആണോ അതോ സിനിമയുടെ മൂല്യങ്ങൾ കൂടിയതിൻ്റെ ആണോ എന്നുള്ളത് ഒരു സംശയമായിട്ട് എനിക്ക് നിൽക്കുന്നുണ്ട്. പിന്നെ എനിക്ക് രണ്ടാമത്തെ ഒരു പോയിന്റ് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പല പുതിയ കാലഘട്ടത്തിലെ പല നല്ല സിനിമകളെന്നും പറയുന്ന സിനിമകൾ കാണുമ്പോൾ എനിക്കൊരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. കാരണം ഒരു പെട്ടെന്ന് ഭയങ്കര തീമുണ്ടായിരിക്കും. തീമുണ്ടെങ്കിലും ആ സിനിമകൾ പെട്ടെന്ന് ഒരു തല്ലിക്കൂട്ടി വെച്ചിരിക്കുന്ന ഒരു ഫീൽ എനിക്ക് പലതവണ പല സിനിമകളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത് പെട്ടെന്ന് തീർന്നു പോകും. ചിലപ്പോൾ ഞാൻ അതിനകത്ത് മുഴുകിയിരിക്കുന്നത് കൊണ്ടായിരിക്കും ഈ 2.5 മണിക്കൂർ പോകുന്നത് ഞാൻ അറിയാത്തതാണോ, അത് ഈ സിനിമ പെട്ടെന്ന് ഒരു 10 മിനിറ്റിലുള്ള ഒരു ഷോർട്ട് ഫിലിമിന്റെ രീതിയിൽ ചിത്രീകരിച്ചാൽ കുറച്ചുകൂടെ മനോഹരമാകും എന്നൊക്കെയുള്ള ഒരു ചിന്ത എനിക്കുണ്ട്. പിന്നെ ഞാൻ ഭയങ്കരമായി എൻ്റെ ഒരു സിനിമാ കാഴ്ചപ്പാടുകൾ മാറ്റിയ ഒരു അന്യഭാഷ സിനിമ എന്ന് പറയുന്ന വാഴയിൽ എന്ന് പറഞ്ഞ ഒരു വാഴയിൽ ഒരു തമിഴ് സിനിമയുണ്ട്. പിന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാട് മറ്റേ ഉള്ളൊഴുക്ക്, ഉർവശിയുടെ ആ സിനിമകൾ, അങ്ങനെയുള്ള സിനിമകൾ എൻ്റെ കാഴ്ചപ്പാടുകൾ മാറ്റി. ഇപ്പൊ കാലം തെറ്റി ഇറങ്ങിയ സിനിമ എന്ന് പറയുന്ന ബിഗ് ബി എൻ്റെ അപ്പോത്തിക്കിരി. പിന്നെ പറയുകയാണെങ്കിൽ നേരം എനിക്ക് താല്പര്യക്കുറവെന്ന് ചോദിച്ചാൽ നേരം ഒരു സിനിമ ഒരു റെവല്യൂഷൻ സൃഷ്ടിച്ചിട്ടുണ്ട്. നേരം അതുപോലെ നിവിൻ പോളിയുടെ പല സിനിമകളും ഒരു ട്രെൻഡ് സെക്ടറിനൊപ്പം റെവല്യൂഷനുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഒരു സിനിമയുടെ ഇപ്പൊ നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ, ഇതെല്ലാം എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്, ഒരു ചാപ്പാകുരിശ് തൊട്ട് ഒരു റിയാലിറ്റി സ്പീക്ക് ചെയ്യുന്ന സിനിമകൾ വന്നു എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണ ബോധത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ പറയുകയാണെങ്കിൽ പുതിയ സിനിമകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. സിനിമകളെല്ലാം മാർക്കറ്റിങ്ങിന് വേണ്ടിയാണ്. സ്വാഭാവികമായിട്ട് ഇതെല്ലാം ഒരു ഫിനാൻഷ്യൽ ഇൻകം ഉണ്ടാകാൻ വേണ്ടി തന്നെയാണല്ലോ സിനിമകളെല്ലാം സൃഷ്ടിക്കുന്നത്. ഒരു എന്റർടൈൻമെന്റ് പർപ്പസിലുപരി അതാണ് നോക്കുന്നത്. പക്ഷെ പല പ്രശ്നങ്ങളും ഈ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ സിനിമ ഫീൽഡിലുള്ള സെക്യൂരിറ്റീസ്, അങ്ങനെയുള്ള നമ്മൾ കുറെ കമ്മീഷനുകൾ അതിനനുസരിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കേരളത്തിന്റെ ആയി വരുന്ന മലയാള സിനിമയെ കുറിച്ച് സംസാരിക്കുന്നതിലുപരി, കാരണം ഞാനത് ഇംഗ്ലീഷ് സിനിമ കാണാറില്ല, അങ്ങനെ ഹിന്ദി സിനിമ കാണാറില്ല. ഞാൻ ഏറ്റവും കൂടുതൽ വീക്ഷിച്ചുകൊണ്ടിരുന്ന മലയാള സിനിമ തന്നെയായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു മലയാള സിനിമയ്ക്ക് ഒരു ഭയങ്കരമായ വഴിത്തിരിവ് ഈ കഴിഞ്ഞ കാലയളവിൽ സംഭവിച്ചിട്ടുണ്ട്. കാരണം കോവിഡിന്റെ സമയത്ത് ഷൂട്ടിംഗ് സൈറ്റുകൾ ഇല്ലാതിരുന്ന സമയങ്ങളിൽ പോലും അതൊരു വീഡിയോ കോൺഫറൻസിൽ കൂടെ വന്ന സിനിമകൾ വരെ നമുക്ക് മലയാള സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം മലയാള സിനിമ വളർന്നിട്ടുണ്ടെന്നാണ്, മലയാള സിനിമ മാറിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അവകാശവാദം. അപ്പൊ ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇതാണ്. അജയ് ചിലപ്പോൾ ഇതിന് വേറിട്ടൊരു കാഴ്ചപ്പാടായിരിക്കും. ഈ മലയാള സിനിമ മാറിയിട്ടുണ്ടെന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തോട്ടും നമ്മുടെ മലയാളികളുടെ കാഴ്ചപ്പാട് മാറി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അതായത് ഇപ്പം നീ നേരത്തെ പറഞ്ഞില്ലേ, മറ്റേ ഈ കാലം തെറ്റി ഇറങ്ങിയ സിനിമ എന്ന് പറഞ്ഞില്ലേ, പത്മരാജന്റെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ? പിന്നെ കണ്ടിട്ടുണ്ട്. അത് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. കാര്യം അതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ഇന്നത്തെ കാലത്താണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോഴത്തേക്കും അതത്ര വലിയ കാര്യമല്ല. കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, റിലീജിയസ് ആയിട്ടുള്ള ഇഷ്യൂസ്, അതുപോലെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സോഷ്യൽ സ്ട്രക്ചർ നിന്നുകൊണ്ടുള്ള സിനിമകൾ മാത്രം നമുക്ക് കൂടുതലും കുടുംബ പ്രേക്ഷകരെ അട്രാക്ട് ചെയ്യുന്ന സാധനങ്ങൾ. അതിനകത്ത് നിന്നൊക്കെ ഒരുപാട് മാറി ചിന്തിച്ചിട്ടുള്ള സാധനങ്ങളായിരുന്നു സിനിമയൊക്കെ. ഈ തൂവാനത്തുമ്പികളൊക്കെ അതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലാണ് കൂടുതൽ. ഇപ്പം എന്താ പറയാ, യങ്സ്റ്റേഴ്സിനാണേലും ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്നതും മുതിർന്നവർക്ക് ഇപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല സാധനങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ കാലം കിട്ടിയ സിനിമകളൊക്കെയാണ്. പക്ഷേ അതെന്തുകൊണ്ടായിരിക്കും ഇപ്പം ചർച്ച ചെയ്യുന്നത്? നമ്മുടെ കാഴ്ചപ്പാട് മാറുന്നതുകൊണ്ടാണ്. നമ്മുടെ കാഴ്ചപ്പാട് മാറുകയും അല്ലെങ്കിൽ അത്തരത്തിൽ ഉയരത്തിൽ ചിന്തിക്കാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഇപ്പോൾ ഉള്ളത് കൊണ്ടല്ലേ. ഇപ്പം സിനിമകൾ എപ്പോഴും, ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഞാനിപ്പോൾ കുറച്ചുകൂടെ
എന്താ പറയുക അഡ്വാൻസ് മീൻസ് കുറച്ചുകൂടെ ആം, പച്ചയായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ എടുത്ത് ഞാൻ സിനിമ ചെയ്യാം, അതെല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷേ ഇനിയും പോയിട്ടൊരു 10-20 വർഷം കഴിയുമ്പോഴത്തേക്ക് ആ പറഞ്ഞ കാര്യങ്ങൾ മാറും. പൊങ്ങി വരും. അപ്പം അപ്പം സിനിമയല്ല മാറുന്നത്, കാഴ്ചപ്പാടാണ് മാറുന്നത്, ആൾക്കാരുടെ കാഴ്ചപ്പാട്. അതിനനുസരിച്ച് നമ്മൾ മാറുമ്പോഴത്തേക്കും ഇതുപോലൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ, ഒന്ന് കണ്ടു നോക്കണം. അപ്പം ആ സിനിമ എടുത്തിടും, ഒന്ന് കണ്ടു നോക്കും, ഇത് ഇപ്പോഴായിരുന്നു ഇറങ്ങേണ്ടത് എന്നൊരു സംഭവം നമുക്ക് ഒരു അപ്പോഴാണ് thought feel പലർക്കും ചെയ്യുന്നത്. അതായത് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. കാഴ്ചപ്പാടാണ് മാറുന്നത്. ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ നീ കുറച്ചും പറഞ്ഞ പോലെ ഈ സിനിമകൾ കണ്ട് പെട്ടെന്ന് തീർന്നു പോയെന്ന് പറഞ്ഞ സംഭവങ്ങളില്ലേ, അത് ആക്ച്വലി അത് നമ്മൾ ഏതൊരു സിനിമ കാണുമ്പോഴും നമ്മുടെ തലച്ചോറെടുത്ത് മാറ്റി വെച്ചിട്ട് ആ കാണുന്ന, അതായത് ഈ ലാഗ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഒരു സിനിമ ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ച് നമുക്ക് കുറച്ച് ലാഗായിരുന്നു, അല്ല ഇന്നപോലെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു, ഇതെല്ലാം സിനിമയ്ക്കകത്ത് വേണ്ട സാധനങ്ങളാണെന്നുള്ള രീതിയിൽ നമ്മളത് കാണണം. സബ്സ്റ്റൻസ് ഇൻഗ്രീഡിയൻസ് അത് വേണ്ട. ആ സിനിമയുടെ ആവശ്യമാണ്. ഓക്കെ, അങ്ങനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നമുക്ക് ആ സിനിമ ആദ്യം കാണുന്നതിലുപരി കുറച്ചുകൂടെ നമുക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് കൂടുതലാണ്. സിനിമ എപ്പോഴും അങ്ങനെയാണ്. സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താ പറയുക, എഴുതി തിട്ടപ്പെടുത്തി വെക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു വിഷ്വൽ ട്രീറ്റാണ്. അതുപോലെ തന്നെ നീ പറഞ്ഞ ചാപ്പാക്കുരിശ്, ഉള്ളൊഴുക്ക്, ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുറച്ച് പച്ചയായിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയും അതിൽ കുറേ റിയലിസ്റ്റിക് ആയിട്ട് ചിത്രീകരിക്കുകയും, നമുക്ക് പണ്ട് നമ്മുടെ ബഷീറിൻ്റെ ലേഖനങ്ങൾ അല്ലെങ്കിൽ പുള്ളിയുടെ എഴുത്ത് നമുക്ക് എങ്ങനെ പെട്ടെന്ന് കണക്ട് ആകും. അതെ, കറക്റ്റായിട്ട് പറയാണ്, റിയാലിറ്റി ആയിട്ട് അത് എന്തുമാത്രം. അതായത് നമ്മൾ കൂട്ടുകാരൊന്നും സംസാരിക്കുന്ന പോലെ, നമ്മുടെ വീട്ടിൽ നിന്ന് സംസാരിക്കുന്ന ആ ഒരു തരത്തിലോട്ട് പുള്ളിയുടെ എഴുത്ത് ഒരു ലളിതമായ രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ ഒരു ലളിതമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അതിനെ എങ്ങനെ ചിത്രീകരിക്കുക എന്നുള്ളതാണ് ഇത്തരം സിനിമകൾ പിന്നെ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. അത് ഈ പറഞ്ഞ ചാപ്പാക്കുരിശ്, അതുപോലെ തന്നെ ട്രാഫിക്കിൽ കുറച്ചുകൂടെ വേറൊരു സംഭവമാണ്, പക്ഷെ അതെല്ലാം ഇത്തരത്തിലുള്ള സിനിമകളാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ സംഭവം കണക്റ്റ് ആവുകയും കണ്ടു കഴിയുമ്പോൾ നമുക്ക് മറക്കാൻ സാധിക്കാതിരിക്കുകയും, അതിനകത്തെ കഥാപാത്രങ്ങൾ, അത് പറയുന്ന ഡയലോഗുകൾ, വിഷ്വൽസ്, പാട്ടുകൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിനകത്തേക്ക് നിൽക്കും. ആ ഒരു ടൈമിൽ നമുക്ക് എന്താ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇത് കാണുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ അടുത്ത സിനിമ ചെയ്യാനിരിക്കുന്ന ആൾക്കാർക്കും നമുക്കുണ്ടാകുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അതായത് അതിന് മുമ്പും ശേഷവും എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. ഓക്കെ, ഈ പഴയ നസീറിൻ്റെ കാലഘട്ടത്തെ സിനിമകൾ വന്നിട്ട് അതിനിടയിൽ നിന്ന് പിന്നെ ഒരു കളർ ഫോർമാറ്റിലോട്ട് മാറുമ്പോൾ അതിന് മുമ്പും ശേഷവും എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. ഈ സിനിമാറ്റിക്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ആ മാറുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാട്, ആക്ച്വലി നമ്മുടെ കാഴ്ചപ്പാട് കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് സിനിമകളുടെ രീതികളും മാറും. ഇപ്പോൾ കൂടുതലും ഞാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാകുന്ന സംഭവം വെച്ച് കഴിഞ്ഞാൽ, ചെറിയൊരു കണ്ടന്റ്, അത് ഒരുപാട് വലിച്ചു നീട്ടി കണ്ടന്റ് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ അത്ര ഇരിക്കില്ല. അതുകൊണ്ട് ചെറിയൊരു കണ്ടന്റ് അത് മാക്സിമം എത്രത്തോളം വൃത്തിക്ക് ചെയ്യാൻ പറ്റും, അതാണ് ഇപ്പോൾ ഉള്ള സിനിമകൾ. എനിക്ക് തോന്നുന്നു പക്ഷെ അവിടെ ഒരുപാട് റിസ്ക് എലമെന്റ്സ്. അല്ല, എനിക്ക് അതിനകത്ത് പറഞ്ഞു വെക്കാൻ എന്താണെന്നറിയോ, നീ പറഞ്ഞ പോലെ ചെറിയ കണ്ടന്റ് അത് ശരിക്കും പറഞ്ഞ ഒരു റെവല്യൂഷൻ സൃഷ്ടിച്ചു. കാരണം പ്രൊഡക്ഷൻ കോസ്റ്റ് ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒക്കെ നമ്മൾ ഇതിന്റെ ഒരു എക്കണോമിക് ഫീൽഡ് ഞാൻ പറയാം, പ്രൊഡക്ഷൻ കോസ്റ്റ് കുറഞ്ഞു, സൈറ്റുകളുടെ മീൻസ് ഈ ഷൂട്ടിംഗ് സൈറ്റുകളുടെ എണ്ണം കുറഞ്ഞു. കാരണം ഫോക്കസ് ചെയ്യേണ്ട, ഇപ്പോൾ ഒരു കോഡ് റൂമിന്റെ സിനിമ ആണെങ്കിൽ ആ കോഡ് റൂം വെച്ച് മാത്രം സിനിമ എടുക്കാം, സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ പോകുന്നുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതിനകത്ത് നമ്മൾ പറയുന്ന പോലെ ഈ ഫണ്ടിങ് എന്ന് പറഞ്ഞ സംഭവം അത്ര നിസ്സാരമല്ല. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ കോർട്ടും ആ ഒരു ടൈപ്പ് സിനിമകൾ, അതിനകത്ത് ഒരുപാട് ആൾക്കാരൊക്കെ വേണം. ഇനിയിപ്പോൾ ഒരു ആൾക്കാരും ഇല്ലെങ്കിൽ പോലും ഒറ്റ ആളെ വെച്ചിട്ടുള്ള സിനിമകൾ വരെ വന്നിട്ടുണ്ട്, കലാഭമണിയെ വെച്ചിട്ടുള്ള സിനിമകൾ വരെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ നമ്മുടെ ബ്രഹ്മയുഗം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ റീസെൻ്റ് ഇറങ്ങിയിട്ടുള്ള ഡൈസറെ, അല്ലെങ്കിൽ ഭൂതകാലം, ഈ സിനിമകളുടെ ഒക്കെ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചോ? 1, 2, 3 ആൾക്കാർ മതി, ഒരുപാട് മതി, ക്രൗഡ് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഒരു സിനിമ സംസാരിക്കുന്ന കാര്യം നമ്മളിലേക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ വേണ്ട. ആക്ച്വലി അത് കാണുമ്പോൾ നമ്മൾ അതിനകത്ത്, അതായത് നമ്മൾ നേരിട്ടത് എന്താ പറയുക, എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ടൊരു ഫീൽ ഉണ്ടാക്കുക, അതിലൂടെ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ സംസാരിക്കുക, അത് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുക. ഇവിടെയാണ് ഒരു സിനിമ എന്ന് പറഞ്ഞ സാധനം ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. ഇല്ല, എനിക്ക് പറയാനുള്ളത്, മലയാള സിനിമ ഈ അടുത്ത കാലയളവ് എന്ന് പറഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് ഞാൻ കോവിഡിന് ശേഷം വെച്ച് പറയാം, കോവിഡിന് ശേഷം ഇറങ്ങിയത് ഫാന്റസികളെ റിയാലിറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ പുതിയ ഡയറക്ടർമാർക്ക് സാധിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറയാം, ഉദാഹരണം ഞാൻ പറഞ്ഞു നോക്കാം, ചിലപ്പോൾ നിനക്ക് അതിനകത്ത് വേറെ ഒപ്പീനിയൻ കാണും. ഇപ്പൊ ഈ മിന്നൽ മുരളി, ഈ ലോക, അങ്ങനെയുള്ള സിനിമകള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു മലയാളികൾക്ക് ഒരു സൂപ്പർ ഹീറോ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ നീ പറഞ്ഞൊരു കാര്യമുണ്ട്, കാഴ്ചപ്പാടുകൾ മാറി. ഇതിനു മുമ്പും പട്ടണത്തിൽ ഭൂതം ഇറങ്ങിയിട്ടുണ്ട്, അതിനെ ട്രോൾ ചെയ്തവരാണ് ഇതിനെ സ്വീകരിക്കുന്നത്. മൈഡിയർ കുട്ടി അതിനെയൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്, ഹാസ്യ രൂപത്തിലാണ് സ്വീകരിച്ചത്. ഒരു സൂപ്പർ ഹീറോ പദവി എനിക്ക് തോന്നുന്നു മിന്നൽ മുരളിക്ക് ശേഷമാണ് മലയാള സിനിമയ്ക്ക് കിട്ടി തുടങ്ങിയത്. കാരണം അത് വെച്ച് നമ്മൾ ഇന്റർനാഷണൽ സിനിമയെ താരതമ്യം ചെയ്യാൻ തുടങ്ങി. മലയാള സിനിമ, മലയാള ഇൻഡസ്ട്രി. അതിനകത്തൊരു സംഭവം ഉണ്ട്, ഈ താരതമ്യം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറയാം, നമ്മൾ ഈ ഹോളിവുഡ് സിനിമകൾ കണ്ടു തുടങ്ങുന്നതേ ഇത്തരം വലിയ സാധനങ്ങളാണ്. നമ്മളെപ്പോഴും എന്താ പറയുക, മലയാള സിനിമകൾ ഒരു പരിധിക്കപ്പുറത്തോട്ട് നമ്മൾ തരം താത്തി കിട്ടുന്ന പ്രവണത ഉണ്ടായിരുന്നു ഒരു നല്ലൊരു സമയം മുമ്പ്. അതായത് എന്താ പറയുക, എന്തിനും നമ്മളിപ്പോൾ പറഞ്ഞ ബോളിവുഡ് ലെവലാണോ അതല്ലെങ്കിൽ ഹോളിവുഡ് ലെവലാണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമാറ്റിക്സ് ആണോ, ഇങ്ങനത്തെ ഒരു സംസാരം വരും. അതിൻ്റെ ആവശ്യമുണ്ട്. ആക്ച്വലി നമ്മുടെ സിനിമകളിൽ സംസാരിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സിനിമകൾ എത്രത്തോളം പൊട്ടൻഷ്യൽ ഉള്ള സാധനം, ഇവിടുത്തെ ടെക്നീഷ്യന്മാർ എത്രത്തോളം പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരാണെന്ന് ആക്ച്വലി ഇവിടെ ഉള്ളവർക്ക് അറിയില്ല. നമുക്ക് ഇപ്പം നമ്മളിവിടെ ഒരു മിന്നൽ മുരളിലൂടെ സിനിമ ഇറക്കി, പക്ഷെ അതിനകത്ത് ഹീറോ എങ്ങനെയാണ് ഒരു നാട്ടുമ്പുറത്തുകാരൻ. ആ ആൾക്കാർ നമുക്ക് എത്രത്തോളം അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി പോട്ടെ, ഇനിയിപ്പോൾ ഒരു സൂപ്പർമാൻ, നമ്മൾ ഇംഗ്ലീഷിൽ കണ്ടിട്ടുള്ള ഒരു സൂപ്പർമാനായിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൈഡർമാനായിട്ടോ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പുള്ളി തെങ്ങേ തോന്നി നടക്കേണ്ട ഗതിയാവും. നമുക്കതിവിടെ എന്താ പറയുക, ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ രീതി അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒരു കേരളം അല്ലെങ്കിൽ നമ്മുടെ ഒരു മലയാളികളുടെ രീതി എങ്ങനെയാണോ, നമുക്ക് ഇവിടെ എങ്ങനെ ഈ സാധനം പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ച് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ എങ്ങനെ കണക്ട് ആവണമെന്ന് കൂടെ ആദ്യം ഡയറക്ടർ എഴുത്തുകാരൻ ചിന്തിക്കണം. എന്നിട്ട് ആ എഴുത്തുകാരൻ്റെ കൂടെ ഇരുന്ന് ഡയറക്ടർ ചിന്തിക്കണം. ഇതെല്ലാം സെറ്റായതിനു ശേഷം അതിന് കാശ് മുടക്കാൻ ഒരാളൂടെ വേണം. അയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, അല്ലെങ്കിൽ ഇതിന് കാശ് ഇറക്കുന്ന ആൾ, ഇതിന് മാർക്കറ്റിംഗ്, അങ്ങനെ അതിന്റെ പുറകിൽ ഇങ്ങനെ നൂറോളം ആൾക്കാർ വേറെ കിടക്കുകയാണ്. ഇനി ഇതെല്ലാം സെറ്റായതിനു ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് എന്താ പറയാ സെറ്റ് ചെയ്തെടുക്കുന്ന പരിപാടികളാണ്. പിന്നെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ്, മ്യൂസിക്, ഇതിൽ ഏതൊരു ഒന്ന് പോയാൽ മതി ട്രോളി കൊല്ലുവാണ്. സിനിമ ഇൻഡസ്ട്രി ഭയങ്കര വലുതാണ്. കാരണം ഇതിനകത്ത് ഈ കോറായിട്ട് വരുന്ന പല കാര്യങ്ങളും എനിക്കൊന്ന് പല ഫീൽഡിൽ, ഇപ്പൊ നീ പറഞ്ഞ പോലെ ഡ്രസ്സിങ് തൊട്ട് പോട്ടെ, ഫുഡ് തൊട്ടെന്ന് നമുക്ക് തുടങ്ങാം. ഫുഡ് വേണ്ട, ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ഈ റീസെന്റ് മറ്റേ കാന്താര സിനിമയ്ക്കകത്ത് ഒരു പാട്ട് സീനകത്ത് ഒരു മറ്റെന്താ വെള്ളത്തിന്റെ ക്യാൻ എങ്ങാണ്ടെന്നും പറഞ്ഞിട്ട് ഒരു ട്രോള് വന്നിട്ടുണ്ട്. അത്രയും വലിയൊരു സിനിമ ഉണ്ടാക്കിയിട്ട് ഈ ഒറ്റ സാധനം വെച്ചിട്ട് അതിന് ട്രോള് വരുന്നുണ്ട്. ആക്ച്വലി അത് നെഗറ്റീവാണ്. ഒരു സിനിമ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് അതിനകത്ത് എല്ലാ വശങ്ങളും ആ ഡയറക്ടർ നോക്കണം. എല്ലാ വശങ്ങളും നോക്കണം. അതിനകത്ത് യാതൊരു തരത്തിലുള്ള പോരായ്മകൾ വരാത്ത രീതി. പോരായ്മകൾ ഉണ്ടാവും. അല്ല, പോരായ്മകൾ എന്ന് പറഞ്ഞാൽ ചില പോരായ്മകൾ നമ്മൾ പ്രേക്ഷകർക്ക് മനസ്സിലാകത്തില്ല. ഈ ഞാൻ ഒരു സംഭവം പറയട്ടെ, ഇപ്പം ഞാൻ പറയാം, കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ഇപ്പൊ ഹോളിവുഡ് ഒരു സിനിമ ഇറങ്ങി. ഈ ഹോളിവുഡ് സിനിമകളിലെ പോരായ്മകൾ എത്ര പേര് ചർച്ച ചെയ്യുന്നുണ്ട് നമ്മുടെ ഇവിടെ ഉള്ളവര്? എനിക്ക് തോന്നുന്നു അത് അവർക്ക് ഗ്രാസ്പ് കേട്ടിട്ടുണ്ടോ? അല്ല, അത് എനിക്ക് തോന്നുന്നു ആ ഒരു ഗ്രാസ്പ് ചെയ്യാൻ ആ ഒരു രീതിയിലേക്ക് ഈ എന്താ പറയാ, എല്ലാവർക്കും ഒന്നും ഇംഗ്ലീഷ് മനസ്സിലാവാറില്ല, ഓക്കെ സമ്മതിച്ചു. പക്ഷെ എന്നാൽ പോലും കാണുമ്പോഴത്തേക്കും നമുക്ക് ഇല്ലോജിക്കലായിട്ട് തോന്നുന്ന പല സംഭവങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യാറില്ല. അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യാറില്ല. കേട്ടിട്ടുണ്ടോ? ഞാനിത് എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഹോളിവുഡ് സിനിമകള് നമ്മുടെ മൈൻഡ് സെറ്റിന്റെ അത് ഓൾറെഡി മറ്റേ ഈ പുള്ളി പറഞ്ഞ അപ്പിന്റെ എയർ എന്ന് പറഞ്ഞ ഓൾറെഡി എനിക്ക് തോന്നുന്നു മലയാള സിനിമ ഇപ്പം ഭാര്യ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോ ഭാര്യയുടെ ഇതൊക്കെ പൂമുഖവാതിക്കൽ സ്നേഹം പുലർത്തുന്ന പെണ്ണുങ്ങളാണ് ഭാര്യ. ആ സാധനം ഇംഗ്ലീഷ് സിനിമയിലാണേല് ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് കാറിൽ നിറങ്ങി ജോലി കഴിഞ്ഞ് വരുന്നൊരു, എനിക്കൊന്ന് പ്രേക്ഷകരുടെ സെറ്റ് മൈൻഡ് സെറ്റിന്റെ ആയിരിക്കാം. അതായത് ഈ ഹോളിവുഡ് സിനിമകൾ കണ്ട് ശീലിച്ച അതേ കാഴ്ചപ്പാട് തന്നെയാണ് അവരുടെ കൾച്ചർ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി മീൻസ് അതുകൊണ്ട് തന്നെ നമ്മുടെ കൾച്ചർ എന്താണോ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ സിനിമകൾ കാണാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ നേരെ തമിഴ്നാട്ടിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരൊരു സിനിമകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവർ നമുക്കൊക്കെ മുമ്പേ തന്നെ ഈ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല നല്ല സിനിമകൾ മീൻസ് കൊമേഴ്ഷ്യലി ഹിറ്റാവുന്ന പല സാധനങ്ങളും അവർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമ്മൾ പറയുന്നത് പിന്നെയും കുറച്ചുകൂടെ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ അവരാന്ന് പറയും. അതുകൊണ്ട് അവരുടെ കൾച്ചറും നമ്മൾ അങ്ങനെ തന്നെയായിരിക്കും ചിന്തിച്ച് വെച്ചിരിക്കുക. ഇതിന് മുമ്പേ അത് ബോളിവുഡ് ചെയ്തിട്ട്. അല്ല, എനിക്ക് തോന്നുന്നു ഈ തെലുങ്ക് സിനിമ, ഈ ബാഹുബലിയൊക്കെ തെലുങ്കായിരുന്നല്ലോ, ഈ കാന്താര, ഈ ഒരു അവിടെ ഒരു ആ വേർഷൻ അങ്ങനെയുള്ള ഭാഷകളിൽ വേറൊരു സെറ്റപ്പ് ആണല്ലോ. മറ്റേ വണ്ടി ഇടിക്കാൻ പറ്റുന്നു, ഒരു വിരൽ കൊണ്ട് നിർത്തുന്നു, അല്ലെ കരിക്കെടുത്ത് എറിഞ്ഞിട്ട് അവർക്കത് ഇഷ്ടമാണ്. അല്ല, അത് ഇഷ്ടപ്പെടുന്നവര് ഇതും ഇഷ്ടപ്പെട്ടല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയ സമയമുണ്ട്. ഞാൻ പറയട്ടെ, അതാ ഞാൻ പറഞ്ഞേ. അതായത് ഇപ്പം ഈ
നമ്മളിവിടുന്ന് സംസാരിക്കും, നമ്മളിവിടെ എന്താ പറയുക പച്ചപ്പും ഹരിതാപതയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ട് ശീലിച്ചത് കൊണ്ട് നമുക്കത് കാണുമ്പോഴത്തേക്ക് ഒരു ട്രെയിനൊക്കെ വരുമ്പോഴത്തേക്കും ചവിട്ട് നിർത്താന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റില്ല. നമ്മളതിനെ എടുത്ത് വലിച്ചു കയറും. പക്ഷേ അവരതിനെ കാണുന്നത് ഓരോ പടിയായിട്ട് ഇതിനെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് സാധിക്കുന്നുണ്ട്, ഇപ്പൊ സാധിക്കുന്നുണ്ട്. അതേ സമയത്ത് ഈ എന്താ പറയാ ഉള്ള കഴിവ് ഇല്ലാണ്ടാക്കിയിട്ട് ബാക്കിയുള്ള എല്ലാ ഇൻഡസ്ട്രികളുമായിട്ട് മത്സരിച്ച് എന്നിട്ട് താഴോട്ട് പോകുന്ന ഒരു രീതിയിലോട്ട് മാറിയിട്ടുണ്ട് ഇപ്പൊ. അതുകൊണ്ട് ബോളിവുഡ് അവർക്കിപ്പോ കയറാൻ കഴിയണില്ല. കഴിച്ച് ബാക്കിയുള്ള സിനിമകളെ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം അതിനേക്കാൾ ഇപ്പം ഞാൻ പറയാം, ഇപ്പം നമ്മുടെ ഇന്ത്യൻ സിനിമകൾ നിലവാരം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റിങ്, ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വെച്ച് നോക്കുവാണെങ്കിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന മലയാളം സിനിമകളാണ് ഉറപ്പായിട്ടും. അതിനകത്ത് യാതൊരു സംശയമില്ല. അത് ഒരു 90% എല്ലാ ഇൻഡസ്ട്രികളും പറയുന്ന കേസാണ്. എന്തുകൊണ്ടായിരിക്കും? കാര്യം അവരിപ്പം ഇത്തരം പരിപാടികളെല്ലാം കൂടുതൽ വിട്ടിട്ട് അവർക്ക് ഏറ്റവും കണക്റ്റ് ആവുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുന്ന എത്ര ഷാർപ്പായിട്ട് പറയുന്ന ഒരു രീതി ഇവിടെ ഉണ്ട്. അത് ശരിയാ. പല സിനിമകളിൽ ബാക്കിയുള്ള അതായത് നമ്മുടെ ഇവിടെ കണ്ടന്റ് ആണ് നോക്കുന്നത്. അതായത് അതിനു വേണ്ടിയാണ് കാശ് മുടക്കുന്നത്. ഈ എന്താ പറയുക തമിഴിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ആൾക്ക് കൊടുക്കുന്ന പ്രതിഫലത്തിന്റെ പകുതി പൈസ മതി നമുക്ക് ഇവിടെ ഒരു സിനിമ എടുക്കാൻ. അതെ, അവിടെ ഒരു സൂപ്പർ ഹീറോ പരിവേഷമാണ്. അതാണ് ഇഷ്യൂ. അതായത് അഭിനയിക്കുന്ന ആരാണോ അവരെ മെഗാസ്റ്റാർ ആയിട്ട് കാണിക്കണം, അങ്ങനത്തെ ഒരു പ്രവണതയുണ്ട്. അത് തമിഴിലുണ്ട്, ഹിന്ദിയിലുണ്ട്. ഇപ്പൊ ബാക്കിയുള്ളിടത്തൊക്കെ ഇപ്പൊ ഇങ്ങനെ ആയി വരുന്നു. അത് അവരുടെ ഇൻഡസ്ട്രി വളർന്നുകൊണ്ടാണ്. അതായത് ആ ഒരാളുടെ ഫേസ് കാണാനായിട്ട് അയാൾക്ക് അത്ര കാശ് കൊടുക്കും. എനിക്ക് തോന്നുന്നു സിനിമയെ പറ്റി ഏറ്റവും കൂടുതൽ വീക്ഷിക്കുന്ന ഒരു നടൻ ഉണ്ടെങ്കിൽ അത് മലയാള സിനിമയിൽ അങ്ങനെ ഒരു നടനുണ്ടെങ്കിൽ രണ്ടുപേരുടെ പേര് ഞാൻ മറ്റൊരാളുണ്ട്, അയാൾ ഇതിന്റെ അൾട്രാ യൂണിവേഴ്സാ പൃഥ്വിരാജ് ചിന്തിക്കുക. ഡബിൾ ബാരലൊക്കെ അത് എഴുതി അല്ല, അത് അന്ന് വന്നപ്പോൾ യാതൊരു തരത്തിലുള്ള അവഗണനകൾ നേരിട്ട സിനിമയാണ്. പക്ഷെ ഡബിൾ ബാരലൊക്കെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് വെച്ച്, ഒരു യൂണിവേഴ്സ് അവസാനം ക്രിയേറ്റ് ചെയ്ത് വെച്ച് ഈ അങ്ങനത്തെ ഒരുപാട് അല്ല. അത് ഞാൻ ഒന്ന് പൂർത്തീകരിച്ചോട്ടെ. അൾട്രാ യൂണിവേഴ്സ് ആയിട്ട് പൃഥ്വിരാജിനെ ഞാൻ എൻ്റെ ഒരു വീക്ഷണത്തിൽ നിന്ന് കാണുന്നത്. പിന്നെ ഞാൻ കാണുന്ന 2 പേരുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഒന്ന് മമ്മൂട്ടി, ഒന്ന് ആസിഫ് അലി. എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞ ഇവര് 2 പേരും മലയാള സിനിമയുടെ ഒരു രൂപമാറ്റത്തിന് കൃത്യമായി രൂപമാറ്റത്തിന് ഇവർ പങ്ക് വഹിച്ചിട്ടില്ലെങ്കിലും ഇവർ ആ രൂപമാറ്റത്തിന് തയ്യാറായി അഭിനയിക്കുന്ന രീതിയിൽ. ഇപ്പം മമ്മൂട്ടിയുടെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ബ്രഹ്മയുഗത്തിലൊക്കെ പുള്ളി കാണിച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അതുപോലെ തന്നെ പുള്ളി ഈ റീസെന്റ് ആയിട്ട് പുള്ളിയുടെ പടങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പുള്ളി ഒരു സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. മോഹൻലാലിനെ ഞാൻ ഒരിക്കലും മോശപ്പെടുത്തി പറഞ്ഞത്, മോഹൻലാല് ഇപ്പോഴും അങ്ങനെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ മോഹൻലാല് പഴയൊരു ട്രാക്ക് വിട്ടിട്ടില്ല എന്നൊരു അവകാശവാദം ഉള്ള ആളാണ് ഞാൻ. പുള്ളി ഭയങ്കര എപ്പിക്ക് നടനാണ് മോഹൻലാൽ. പക്ഷെ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ എപ്പിക്കുമാണ്, മോഡേണുമാണ്. ഏത് രീതിയിലാണ് അത് ചിത്രീകരിക്കേണ്ടത് ആ രീതി ചിത്രീകരിക്കും. ആസിഫ് അലി അവഗണിച്ച ഒരു സംഭവം. ആസിഫ് അലി ഞാൻ പറയുകയാണെങ്കിൽ പണ്ടത്തെ ഒരു ദിലീപിന്റെ പരിവേഷം ആസിഫ് അലിക്ക് കിട്ടിയിട്ടുണ്ട്. ആസിഫ് അലി എന്ന് പറയുമ്പോൾ ആസിഫ് അലി ഇടയ്ക്കൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു സംഭവം ഞാനിങ്ങനെ പെട്ടെന്ന് മൈൻഡിൽ വരും. അതായത് ഒരു സമയത്ത് പുള്ളി തുടങ്ങിയ സമയത്ത് ഒന്ന് കയറി വന്നൊന്ന് താന്നുപോയി. താന്നു പോയപ്പോഴത്തേക്ക് ഈ റീസെന്റ് നടന്നൊരു ഇന്റർവ്യൂവിൽ പുള്ളി പറഞ്ഞ, ഞാൻ വന്ന വഴിയല്ലേ, ആ വന്ന വഴി ഭയങ്കര മോശമായിരുന്നു, പക്ഷെ ഒന്നുകൂടെ തിരിച്ചു നടക്കാൻ എനിക്കറിയാം. അതായത് നമ്മൾ വന്ന വഴികൾ മറക്കാതെ ആ വഴി ഒന്നുകൂടെ നടന്നു കഴിഞ്ഞാൽ ഒന്ന് വൃത്തിക്ക് നടക്കാന്നുള്ള രീതി പുള്ളി ഇപ്പം കാണിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് മമ്മൂട്ടിയും ചെയ്യുന്നത്. അതായത് പുള്ളി തുടങ്ങിയ സമയത്ത് ഒരുപാട് നല്ല സിനിമകളൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാളും ഇപ്പൊ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ആൾക്കാർക്കുള്ള അവസരം കൊടുക്കുക എന്നുള്ളത്. പുതിയ ആൾക്കാർക്ക് എന്താ പറയാ ഇത് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആൾക്ക് വളരാം. അതുപോലെ പുതിയ ചിന്തകള് പറ്റും. അത് പുതിയ ആൾക്കാരെ കൊണ്ട് പറ്റുള്ളൂ. ഈ പഴയ ഡയറക്ടർമാർ മോശമാണെന്നല്ല, അവരൊക്കെ എന്നെ സംബന്ധിച്ച് ഞാൻ കാണുന്ന എൻ്റെ ഓരോ ഗുരുക്കന്മാരായിട്ടാണ്. പക്ഷെ അവർ ചെയ്തു വെച്ച സാധനത്തിനെ മുകളിലോട്ട് കൊണ്ടുവരാൻ ഇപ്പത്തെ ഒരു സിറ്റുവേഷനിൽ സാധിക്കണില്ല. ഈ ലാലേട്ടനാണെങ്കിലും ലാലേട്ടൻ പണ്ട് ചെയ്ത പല സാധനങ്ങളും പുള്ളിക്ക് ഇപ്പം പറ്റില്ല. പറ്റാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനപ്പുറത്തോട്ടൊരു സാധനം വരണം, കൊണ്ടുവരണം. അതിന് പുതിയ ആൾക്കാർക്ക് അവസരം കൊടുത്താൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. അത് മോഹൻലാലിൻ്റെ സമയത്ത് അല്ലെങ്കിൽ പുള്ളിയുടെ ഭാഗത്തുനിന്ന് കുറവാണ്. പുള്ളി ഇപ്പോഴും അങ്ങനെയുള്ളൊരു ഡയറക്ടേഴ്സിനെ പിടിക്കുന്നുള്ളൂ. ഇപ്പം മാറി വരുന്നുണ്ട്, പക്ഷെ നമുക്ക് അങ്ങനല്ല. പിന്നെ ഞാൻ ശ്രദ്ധിച്ചു, നമ്മളിപ്പം പറഞ്ഞ ഒരു യാത്രയെ കുറിച്ചാണല്ലോ. പണ്ട് ചെയ്ത ഭയങ്കര
നടന്മാരുണ്ട്. എനിക്ക് തിലകനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. തിലകനൊക്കെ കാഴ്ചവെച്ചേക്കുന്ന ഒരു രീതിയുണ്ട്. പുള്ളിയൊക്കെ മലയാള സിനിമയ്ക്ക് തിലകന്, ജഗതി ശ്രീകുമാർ, അതുപോലെ തന്നെ പപ്പു ഒക്കെ ആയിട്ട് അഭിനയിച്ച ആളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ട്രാക്കുണ്ട്. ഇപ്പം നീ പറഞ്ഞ പോലെ അതിന് മണ്ടയിലോട്ട് ചെയ്തു തരാൻ ഇന്നത്തെ ആൾക്കാർക്ക് പറ്റുന്നില്ല. കാരണം അത് അതിന്റെ സമയം കഴിഞ്ഞു. ഒരു പുതിയ സാധനം വരണം. ആ ഒരു സാച്ചുറേഷൻ അതേ പറഞ്ഞത്. ഇപ്പൊ ഞാനും അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. കാരണം ഒരു യാത്രയിൽ നീ പറഞ്ഞ പോലെ പല കാര്യങ്ങളും എപ്പോഴും ഒരു യാത്ര തുടങ്ങുമ്പോൾ, ഇപ്പൊ ആസിഫ് അലി പറഞ്ഞാൽ നമുക്ക് കട എടുക്കാം, നമുക്ക് തിരിച്ചു നടക്കാനും അറിയാം, തിരിച്ചു നടന്നിട്ട് അടുത്ത വഴി എടുക്കാനും എന്ന ചിന്തയിൽ പറ്റണം. പറ്റിയില്ല ഇതിന്റെ ഒരു നമ്മളാണേലും നമ്മുടെ ജീവിതം തന്നെയാണേലും ഒരേ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് പറ്റില്ല. അതിന് വേണ്ട സമയത്ത് വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കണം. പക്ഷെ മലയാള സിനിമയുടെ സംഭവിച്ചു, എനിക്ക് തോന്നുന്നു മലയാള സിനിമയ്ക്ക് അത് തന്നെയാണ് സംഭവിച്ചത്. വേണ്ട സമയത്ത് വെച്ചാൽ ഈ എനിക്ക് ഏറ്റവും ഇഷ്ടം റൈറ്ററിന്, എനിക്കൊരു ഡയറക്ടർ പക്കാണ്, ചെയ്തു വെക്കേണ്ട ഡയറക്ടറാണ്. പക്ഷെ ഈ സാധനം കൊണ്ട് എത്തിക്കുന്ന ആരാ? ആദ്യം ഈ ഒരു തീം തോന്നുന്നു, അത് റൈറ്റ് ചെയ്യുന്നു തിരക്കഥാകൃത്ത്. റൈറ്ററിന് ഭയങ്കര ഒരു പങ്ക് സിനിമയ്ക്കകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം റൈറ്ററില്ലേ സിനിമയില്ല. ഈ എന്താ പറയാ, റൈറ്റ് ചെയ്യാത്ത സിനിമകളും ഉണ്ട് മലയാളത്തിൽ. അത് എനിക്ക് തോന്നുന്നു അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു, എപ്പോഴും ധ്യാൻ ശ്രീനിവാസൻ ആണേലും മറ്റേ നമ്മുടെ വിനീത് ശ്രീനിവാസൻ ആണെങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട്, ശ്രീനിവാസന് റൈറ്റപ്പിന്റെ ഒന്നും ആവശ്യമില്ല. ശ്രീനിവാസൻ എഴുതി തിട്ടപ്പെടുത്തിയ സാധനങ്ങൾ അല്ല, പുള്ളി ഒരു തീം സെറ്റ് ചെയ്യും, പുള്ളി അത് സ്പോട്ടിൽ സാധനം സെറ്റ് ചെയ്യുന്ന കേട്ടിട്ടുള്ളത്. നീ പറഞ്ഞാൽ ശരിയായി. വേണ്ടാത്ത സംഭവങ്ങളുണ്ട് ചില സാധനങ്ങൾ. ഈ നമ്മൾ ഒരുപാട് കുട്ടി അല്ലെങ്കിൽ ഇന്നത്തെ എന്നല്ല, ഈ ഒരു അടുത്ത കാലത്തെ തലമുറയൊക്കെ ഒരുപാട് കൊണ്ടുനടക്കുന്ന ഒരു കഥാപാത്രമാണ് മറ്റേ മായാനദിയിലെ മാത്തൻ. എല്ലാവർക്കും ഇഷ്ടമാണ് അതിന്റെ പാട്ടുകളൊക്കെ. അതിന് ശരിയാ, റൈറ്റും ഇല്ല. ഒരു യാത്രയെ സംഭവിച്ച ഒരു സിനിമയാണ്. ശരിയാണ്. അത് അതായത് ഒരാളുടെ മനസ്സിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ അതാൾക്ക് അത് എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ആ സിനിമ. വൃത്തിക്ക് അത് ചെയ്യാന്നുള്ളത്. അതിനൊരു തിരക്കഥ ഒരു ഘടകമാണില്ല, അത് ഞാൻ പറയില്ല. പക്ഷെ അതിനപ്പുറത്തോട്ട് ഇപ്പം ഞാൻ പറയാം, ഇപ്പം റീൽസ് ഒക്കെ എടുക്കുന്നത്, ഇപ്പം നമ്മൾ ചുമ്മാ റീൽ എടുക്കണമെങ്കിൽ, ഞാൻ തമാശ പറഞ്ഞല്ല, ഈ അടുത്തിടയ്ക്കായിട്ട് കുറച്ച് പേരുടെ റീൽസുകൾ ഭയങ്കര രസമാണ്. നമ്മൾ കണ്ടിരുന്നത്, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ പോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങിയപ്പോൾ നമുക്കതിന് സാധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഇനി സാധിക്കാതിരിക്കാം. നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റണം. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അവർക്കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റണമെന്ന് ആഗ്രഹിച്ചാണ്. എന്ന് വെച്ചു ഈ സിനിമയും അതുപോലെയാണ്. സിനിമ സ്വീകരിക്കണമെങ്കിൽ അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണം. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ പ്രേക്ഷകരുമായിട്ടുള്ളവർക്ക് അവരുടെ വീട്ടിലെ അല്ലെങ്കിൽ അവരുടെ ദൈനംദിന ജീവിതവുമായിട്ട് അത് കണക്ട് ചെയ്യാൻ പറ്റണം. ഇല്ലേ ഫാന്റസി സിനിമകളാണെങ്കിൽ അവരുടെ ഫാന്റസി ആയിട്ട് അത് കണക്ട് ചെയ്യാൻ പറ്റണം. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ കൊള്ളാമായിരുന്നു എൻ്റെ ജീവിതത്തിന്, അത് കണക്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണെന്ന് തോന്നുന്നു മലയാള സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുണ്ടാകുന്നത് ഈ റിയാലിറ്റി സ്പീക്ക് ചെയ്യുമ്പോഴും. സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ജനറേഷനിൽ എന്താണോ ആവശ്യകത അതിനെ അഡാപ്റ്റ് ചെയ്തത് കൊണ്ട് ട്രഡീഷണലും മോഡേണുമായിട്ടുള്ള ഒരു മിക്സഡ് പരുവത്തിൽ സിനിമകൾ സൃഷ്ടിക്കുമ്പോഴായിരിക്കാം ഇത് ഏറ്റവും കൂടുതൽ സ്വീകാര്യതയാവുന്നതെന്ന് എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം നമുക്ക് ഏകദേശം നമ്മുടെ സമയം വൈൻഡപ്പ് ചെയ്യണം. നിനക്ക് ഇതിനകത്ത് ഇനി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വെക്കാനുണ്ടോ? ഇല്ല, ഇതിപ്പോ ഒരുപാട് വലിച്ചിട്ടും കാര്യമില്ല, ഞാൻ അങ്ങ് പോകും. അതെ, സിനിമയെ കുറിച്ച് സംസാരിക്കാൻ നമ്മളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ സംബന്ധിച്ചും എന്നെ സംബന്ധിച്ചും നമ്മളൊക്കെ ഇതൊക്കെ കൃത്യമായി വീക്ഷിച്ച് കാണുന്നവരാ. ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്ന സിനിമ ആണ്. എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് അഡിക്ഷനാണ്. അതിപ്പോൾ ഒരു സിനിമ 1, 10, 100 വട്ടം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില സിനിമകൾ എനിക്ക് മടുക്കത്തില്ല. ഞാൻ അതിങ്ങനെ അറ്റവും മൂലം ഇങ്ങനെ നീട്ടി കുറച്ച് ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് ചിലപ്പോൾ കുത്തിരുന്ന് കാണും. എന്നുവെച്ചാൽ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല, പക്ഷെ സിനിമകൾ അങ്ങനെയാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ രണ്ടുപേരും സിനിമയെ കുറിച്ച് സംസാരിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ ഒന്നും സാധിക്കത്തില്ലെന്ന് തോന്നുന്നു. കാരണം നമ്മൾ വേറിട്ട എന്നെ നിന്നെ സംബന്ധിച്ച് ഞാൻ കണ്ട ഒരു രീതി പറഞ്ഞാൽ നമ്മൾ വേറിട്ട സിനിമകളെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ഉള്ളവർ. ഞാൻ ഏത് സിനിമകൾ അക്സെപ്റ്റ് ചെയ്യും. എന്നെ സംബന്ധിച്ച് നീ ഒരു തവണ മറ്റേ മനുഷ്യന്റെ ഇറച്ചി കഴിക്കുന്ന ഒരു മറ്റേതൊരു ഭാഷയിലുള്ള സിനിമയായിരുന്നു. ഞാൻ അന്ന് രാത്രി ഞാൻ അങ്ങനെ സിനിമ ഒരു ഇടക്കാലം തൊട്ട് ഞാൻ കാണാതിരുന്ന ആളാണ്. എനിക്ക് അതിനോട് വലിയ അഡിക്ഷൻ ഇല്ലായിരുന്നു. അതിനു മുമ്പ് എനിക്ക് ഭയങ്കര അഡിക്ഷൻ ആയിരുന്നു. പക്ഷെ
ഈ വേറിട്ട സിനിമകൾ വരുമ്പോൾ ഞാൻ ഇരുന്നിരുന്ന് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതെങ്ങനെ ഇപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതൊക്കെയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, അതിന് മുമ്പ് എനിക്ക് അപ്പോത്തിക്കിരിയായിരുന്നു. ആ സിനിമയിൽ എനിക്ക് ഒരു സംഭവം ഞാൻ കണ്ടു. ഇപ്പം നമുക്ക് ഏകദേശം ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യാം, കാരണം നമുക്കിതൊന്ന് പറയണമെന്നുള്ളതായിരുന്നു. പിന്നെ ഇത് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമകളാകെ ആൾക്കാരെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നോളജ് പരമായിട്ടാണെങ്കിലും ജനറേഷൻ്റെ പോക്കാണെങ്കിലും ഇല്ലെങ്കിൽ ഇനി അടുത്തത് എന്ത് എന്നുള്ള ഒരു രീതിയിലേക്ക് സിനിമ കൊണ്ടെത്തിക്കുവാൻ, പ്രേക്ഷകർക്ക് കൊണ്ടെത്തിക്കുവാൻ സിനിമ ഒരുപാട് സഹായിക്കുന്നുണ്ട്. മാറുന്ന കാലഘട്ടത്തിൽ മാറുന്ന സിനിമകൾ വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയും നല്ല സിനിമകൾ മലയാള ഇൻഡസ്ട്രിക്കല്ല മൊത്തത്തിൽ വരട്ടെ. അതെല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പ്രേക്ഷകരാകാൻ നിങ്ങൾ ശ്രമിക്കുക, ഞങ്ങൾ ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.